ഒരപ്പൻ മകൻ ആരായിരിക്കണം, ഒരു മകൻ അപ്പൻ ആരായിരിക്കണം എന്നത് സ്വന്തം ജീവിതത്തിലൂടെ ഈശോ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ ഈശോ പറയുകയാണ്, ഞാനും അപ്പനും ഒന്നാണ്. അപ്പൻ എന്താണോ എനിക്ക് പറഞ്ഞു തന്നത് അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പൻ എന്താണ് എനിക്ക് കാണിച്ചു തന്നത് അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൻ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് ആ വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ ഈ അപ്പനും മകനും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ട്. പിതാവായ ദൈവം ആരെയും വിധിക്കുന്നില്ല, എന്നാൽ വിധി മുഴുവൻ അത് മകനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ കാര്യത്തിലാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ്. എല്ലാ കാര്യത്തിലും ഇവരൊരുപോലെയാണെങ്കിൽ മനുഷ്യനെ വിധിക്കുന്ന കാര്യത്തിൽ പിതാവായ ദൈവം അത് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. 1, എല്ലാവരും ഇവനെ ആദരിക്കാൻ വേണ്ടി. 2, ഇവൻ മനുഷ്യപുത്രനായതുകൊണ്ട് ഇവനെ വിധിക്കാനുള്ള അധികാരം കൊടുത്തു. ഒരു പക്ഷേ പിതാവായ ദൈവം മനസ്സിലാക്കുകയാണ്, ദൈവമായിരുന്നു കൊണ്ട് ഞാൻ മനുഷ്യനെ വിധിച്ചാൽ, എൻ്റെ തന്നെ സൃഷ്ടിയെ വിധിച്ചാൽ അതിലൊരു അപൂർണത കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എനിക്ക് ഈ സൃഷ്ടിയെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലോ, ആ ഒരു സംശയം മനുഷ്യൻ്റെ ഉള്ളിൽ പോലും ഉണ്ടാകാനുള്ള ഒരു ഇടത്തിനെ ദൈവം വഴിയൊരുക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ തന്നെ പാപമൊഴുകി എല്ലാറ്റിലും മനുഷ്യനോട് തുല്യനാക്കി ഭൂമിയിലേക്ക് അയക്കുകയാണ്. മനുഷ്യനായി തീർന്ന ദൈവത്തിന് മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഈ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കില്ല, ദൈവമേ നിനക്ക് എന്നെക്കുറിച്ച് എന്തറിയാം, ഞാൻ മനുഷ്യനും നീ ദൈവമല്ലേ. എന്നാൽ ഇനി നമുക്കത് ചോദിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവം തന്നെ മനുഷ്യനായി തീർന്നുകൊണ്ട് നമ്മളെ വിധിക്കാനായിട്ട്, നമ്മളെ മനസ്സിലാക്കാനായിട്ട് അവനെ സാധിച്ചു. അതുകൊണ്ടാണ് വിധിയുടെ കാര്യത്തിൽ മാത്രം മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ദൈവത്തോടൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി അവിടുന്ന് വിധിക്കുവാൻ മനുഷ്യപുത്രനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ദൈവപുത്രനെ ഏൽപ്പിച്ചു എന്നല്ല. ഈശോയ്ക്ക് നമ്മളെ മനസ്സിലാവും. മനുഷ്യപുത്രനായി തീർന്ന ദൈവമായ ഈശോയ്ക്ക് നമ്മുടെ ബലഹീനതകൾ മനസ്സിലാവും. എന്നാലും ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യം, മനുഷ്യരായ നമ്മളെ മനസ്സിലാക്കാൻ ദൈവം എത്രമാത്രം എഫേർട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കാൻ എത്രമാത്രം എഫേർട്ട് എടുക്കണം. ഒരപ്പൻ മക്കളെ മനസ്സിലാക്കാൻ, മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ എത്രമാത്രം എഫേർട്ട് എടുക്കണം എന്നുകൂടിയാണ് വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്.